അപ്പം ഇതിനു വേണ്ടി നമ്മൾ ആദ്യം നെറ്റ് ഹണ്ടർ KS ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നെറ്റ് ഹണ്ടർ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ആദ്യം കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാളി നെറ്റ് ഹണ്ടർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് കാളി റൂട്ട് മാനേജർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആഡ് മെറ്റാ പാക്ക് കൊടുക്കുക. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കാളി ലിനക്സ് ഡിഫോൾട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 1.5 GB ആണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി വരുന്ന ഓപ്ഷൻസിൽ നമ്മൾ ഫസ്റ്റ് ഓക്കെ കൊടുക്കുക. ബാക്കി എല്ലാ ഓപ്ഷൻസിൽ എസ് കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഇനി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ KEX മാനേജറിലോട്ട് പോവുക. എന്നിട്ട് സ്റ്റാർട്ട് ലോക്കൽ സെർവർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. VNCക്ക് വേണ്ടിയുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. 1 2 3 4 5 6 നിങ്ങളിഷ്ടമുള്ള ക്രിയേറ്റ് ചെയ്യുക. എൻ്റർ കൊടുക്കുക. വീണ്ടും പാസ്വേഡ് ഒന്നും അടിക്കുക. വീണ്ടും എൻ്റർ കൊടുക്കുക. എന്നിട്ട് നോ അടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് സെർവർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ നെറ്റ് ഹണ്ടർ KEXലോട്ട് പോവുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ പോർട്ട് നമ്പർ 1 കൊടുക്കുക. എന്നിട്ട് നമ്മൾ VNCക്ക് വേണ്ടി കൊടുത്ത പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്യുക. നിങ്ങൾ നോക്കട്ടെ, നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.